ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം വന്നു. അങ്ങനെ ഞാൻ വേഗം റെഡിയായി. പുറത്ത് നല്ല ചൂടൊക്കെയാണ്. പക്ഷെ ഒരു വൈകുന്നേരം 7:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈം ആകുമ്പോൾ വെയിലൊക്കെ ആറിയിട്ടുണ്ടാവും. എൻ്റെ റൂം ടോപ്പ് ഫ്ലോറിലാണ്. അതുകൊണ്ട് തന്നെ കോറിഡോർക്ക് ഇറങ്ങുമ്പോൾ തന്നെ പുറത്തത്തെ ഒരു ചൂടിൻ്റെ ഒരു ഏകദേശം ഒരു അവസ്ഥ മനസ്സിലാവും. ഞാനാണെങ്കിൽ ഇടാനുള്ള എളുപ്പത്തിന് ഫുൾ ബ്ലാക്കാണ് ഇട്ടുണ്ടായിരുന്നത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ 7:30 ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വെളിച്ചം കുറഞ്ഞ് വരുന്നേ ഉള്ളൂ. അങ്ങനെ പോണ വഴിക്ക് ഈ ഒരു പൂച്ചനെ കണ്ടു. ഈ ഒരു പൂച്ചനെ വീഡിയോ എടുത്തപ്പോൾ തന്നെ അത് മുഖം തിരിച്ചിരുന്നു. അങ്ങനെ റൂമിലെത്തി ഫ്രഷ് ആയപ്പോൾ തന്നെ പകുതി ആശ്വാസമായി. പിന്നെ എനിക്ക് കുറച്ച് ഡ്രസ്സ് അയൺ ചെയ്യാണ്ടായിരുന്നു. അതും അയൺ ചെയ്ത് വെച്ച് ഞാൻ ഡേറ്റ്സ് കഴിക്കാനായിരുന്നു. ഈ ഒരു ഡേറ്റ്സ് എനിക്ക് ഒന്ന് ഫ്രഷ് ആയിട്ട് പൊട്ടിച്ചിട്ട് കിട്ടിയതാണ്. അങ്ങനെ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈവനിങ് തൊട്ട് ഞാൻ കുറച്ച് വെയിറ്റിംഗിലായിരുന്നു വാഷിംഗ് മെഷീൻ ഫ്രീ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫൈനലി വാഷിംഗ് മെഷീൻ ഫ്രീ ആയപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ കൊണ്ടുപോയി ഇട്ടു. പുറത്ത് വേറെ സ്റ്റാൻഡേർഡ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രസ്സിംഗ് സ്റ്റാൻഡ് റൂമിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഫ്രീ ആയതുകൊണ്ട് ഞാൻ അതും ഡ്രസ്സൊക്കെ ഇട്ടു. അങ്ങനെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാനിരുന്നു. ഞാൻ യൂട്യൂബിൽ 30 days വീഡിയോസ് പോലെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ 5th or 6th ഡേ ആണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യണത്. ഡെയിലി ഷൂട്ട് ചെയ്യില്ല. ഞാൻ അത്യാവശ്യം കണ്ടന്റ് ഉള്ള ദിവസം മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വീഡിയോസ് കിട്ടാൻ കുറച്ച് ലാഗാവും. കാരണം കാണാൻ നിങ്ങൾക്കും ബോർ അടിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഇന്നത്തെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉറങ്ങാൻ പോവാണ്.